ഈശ്വര. അടുത്തത് നമുക്ക് കഴിഞ്ഞൊരു ദിവസം ഒരു 1-2 മാസത്തിന് മുമ്പ് ഇവിടെ എത്തി നമ്മളോട് സംസാരിച്ചിട്ടുള്ള ശ്രീ വട്ടപ്പാറ സോമശേഖരൻ സാറാണ്. അദ്ദേഹം ഒന്ന് അവിചാരിതമായിട്ടാണെങ്കിൽ ഇവിടെ എത്തിയിട്ട് നമ്മളോട് ഒരു സഭയിൽ സംസാരിക്കാനിടയുണ്ടായി. ഒരു കടാക്ഷമുണ്ട്. അദ്ദേഹത്തെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ രാമായണം കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും ഇപ്പോഴും ആരംഭിക്കുന്നത്. രാമായണ പരിചയം എന്ന കൂട്ടായ്മയിൽ രാമായണ പഠന ക്ലാസ് നടക്കുമ്പോൾ അദ്ദേഹത്തോട് പോലും ഞാൻ ചോദിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം നമ്മുടെ രാമായണ പരിചയം കൂട്ടായ്മയിൽ 10 വരിയും 20 വരിയുമായിട്ട് കട്ട് ചെയ്ത് ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് പലരും പറഞ്ഞു. രാമായണ പരിചയം കൂട്ടായ്മയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നേരിട്ട് കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്ന് പലരും പറയുകയുണ്ടായി. ഒരു കടാക്ഷം കൊണ്ട് 9 ദിവസവും നമ്മളുടെ കൂടെ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതാണ്. നമ്മളെല്ലാവരും പരമപൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുപാദങ്ങളുടെ മന്ത്രം ജപിക്കുന്നു. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസ എന്ന ധ്യാന ശ്ലോകം. ഇനി വളർന്നു വരുന്ന ജനിക്കാനിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ആ മന്ത്രം ജപിക്കും. അപ്പോഴെല്ലാം നാം സ്മരിക്കേണ്ടത് സാറിനെയാണ്. കാരണം ആ ധ്യാന ശ്ലോകം രചിക്കാൻ കാരണമായിട്ടുള്ളതും അല്ലെങ്കിൽ ആ ധ്യാന ശ്ലോകം നമുക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ഈ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വാമിജിയുടെ നാമധേയത്തിലുള്ള ധ്യാന ശ്ലോകം രചിക്കുവാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ച മഹാത്മാവാണ് ശ്രീ വട്ടപ്പാറ സോമശേഖരൻ സാർ. അദ്ദേഹത്തെ പാദപ്രണാമത്തോടു കൂടിയിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. സദ്ഗുരുഭ്യോ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആഞ്ജനേയാശ്രമത്തിൽ കഴിഞ്ഞ 9 ദിവസങ്ങളായി നടന്നു വരുന്ന യജ്ഞത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ 9 ദിവസവും ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത് ഇവിടുത്തെ പാരായണവും പ്രഭാഷണവും മറ്റു കാര്യങ്ങളും കേൾക്കാൻ എല്ലാവർക്കും ഒരുപക്ഷെ സാധിച്ചില്ല എങ്കിലും നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ ഒരു ദിവസമെങ്കിലും ഇതിൽ പങ്കെടുത്ത് അതിൽ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാപുണ്യമായിട്ട് കരുതിയാൽ മതി. അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിച്ചുകൊള്ളു. ഇപ്പോൾ നമുക്ക് ഒരുപാട് വിശദീകരിച്ച് ഒന്നും സംസാരിക്കേണ്ട ഒരു സന്ദർഭമല്ല. കാരണം നമുക്ക് ഔഹദസ്നാന ഘോഷയാത്രയ്ക്ക് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്രയാകാൻ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. 9:40 ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അധികമൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ 9 ദിവസങ്ങളായിട്ട് എഴുത്തച്ഛൻ്റെ വരികളിലൂടെ നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അതിലപ്പുറം വേറെ എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? അതെല്ലാം അതിലൂടെ നിങ്ങൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ പരമഗുരുവിൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ 2 വരികൾ ഞാൻ ഇന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്ന് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ ഒരിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നരന്മാർക്ക്, മനുഷ്യർക്ക്, നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നുവോ ആ ഗുണങ്ങൾ മുഴുവനും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നത് മാത്രമാണ്. അപ്പോൾ ആചാര്യവാൻ പുരുഷോ വേദ എന്നുള്ള ആ ഉപനിഷത് വാക്യം തന്നെയും അത് സൂചിപ്പിക്കുന്നു. ആചാര്യനോട് കൂടിയ വ്യക്തി എന്ന് വെച്ചാൽ ഒരു ഗുരുവിന്റെ കീഴിൽ അവർ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് സകല ജീവിതത്തിലെ എല്ലാ ഗുണങ്ങളും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ
രണ്ട് മഹാഗുരുക്കന്മാരുടെ കീഴിൽ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. ചെങ്കോട്ടുകുളം ശ്രീരാമദാസ് ആശ്രമത്തിൽ 12ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് അവിടെ ചെന്നതാണ്. ചെന്ന ഉടനെ രാമായണം വായിക്കാനാണ് ഇരുന്നത്. സ്വാമിജി അത് കേട്ടിട്ട് ഇറങ്ങി വന്നു, വിഭൂതിയൊക്കെ തന്ന് അനുഗ്രഹിച്ചു. അവൻ്റെ കാര്യത്തെപ്പറ്റി കാരണവർ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊരു വാക്ക് സ്വാമിജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ തന്നെയാണ് ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇന്നും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഈ ആശ്രമത്തിലും ഇവിടെ നേരത്തെ വരുവാനും ഇവിടെ ആശ്രമം സ്ഥാപിച്ചപ്പോൾ തന്നെ അരുൺസ്വാമി എന്നോട് സൂചിപ്പിച്ചു, സാറേ നമുക്കൊരു നവാഹം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇവിടെ ഒന്നും അറിയില്ല, അതൊന്ന് സാറ് ഒരു ദിവസം സൗകര്യം പോലെ ഒന്ന് ഇവിടെ വന്നാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും രാമാനന്ദ സ്വാമി ഇവിടെ ഒരു ദിവസം സ്വാമിജി ചെങ്കോട്ടുകുളം ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തുകയും അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഇവിടെ വരികയും ഇവിടെ വന്ന് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നോക്കി എങ്ങനെയാണ് യജ്ഞവേദി എങ്ങനെ വേണം എവിടെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു ആശയമാണ് ഇവിടെ രാമായണ നവാഹം നടത്തണം എന്നുള്ളത്. അതിന്ന് സഫലമായി എന്നുള്ളതാണ്. ഗുരുക്കന്മാരുടെ ആ അനുഗ്രഹം ഈ കാര്യത്തിൽ വളരെ സമ്പൂർണമായ രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് നടന്ന ഈ ചടങ്ങുകളൊക്കെ ഇതിന് സാക്ഷ്യം വഹിച്ചവർക്കൊക്കെ അത് ബോധ്യമായി കാണും. അപ്പം ഞങ്ങൾ പല നേരത്തെയും രാമാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഒരുപാട് നവാഹ യജ്ഞങ്ങൾ ചെങ്കോട്ടുകുളം ആശ്രമത്തിൽ മാത്രമല്ല, സ്വാമിജിയുടെ രാമപാദാനന്ദ സ്വാമിജിയുടെ ആശ്രമത്തിൽ ഞാറമൂട് ആശ്രമത്തിലും മറ്റു പലയിടത്തും ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ ഞങ്ങൾ രാമായണ നവാഹ യജ്ഞം നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾക്കൊന്നും വ്യത്യസ്തതയില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ പങ്കാളിത്തം കൊണ്ട് ഈ യജ്ഞം ഒരു മഹാവിജയമായി തീർന്നു എന്നുള്ളതിൽ സംശയമില്ല. ഈ സഹകരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ. ഉത്തരോത്തരം ഈ ആശ്രമത്തിൽ ഇനിയും നവാഹ യജ്ഞങ്ങൾ നടത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഗുരുക്കന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ശ്രീരാം.